ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ടൊരു ഉപ്പുമാവും ചിക്കൻ കറിയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. മീൻ കറീൻ്റെ കൂടെ ചിക്കൻ കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ്. അപ്പോൾ നമ്മൾ സവാള വഴന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് നേരത്തെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളാണ്. നമുക്കിനി കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. ഒറ്റ വിസിലടുപ്പിച്ചെടുക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. അധികം പണിയൊന്നുമില്ല, സിമ്പിളാണ്. രാത്രിയൊക്കെ ചോറൊക്കെ വീട്ടിൽ കുറവാണെങ്കിലൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ഉണ്ടാക്കാം. ഒറ്റ വിസിലടിച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി. അടുത്ത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും എൻ്റെ ചട്ടിയുടെ കളറ് കാണുമ്പോൾ ഇത് എന്ത് ചട്ടിയാണ്, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചട്ടിയാണ് കേട്ടോ ഇത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാൻ ചതച്ചത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടിയിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ നമ്മൾ ഒരു തക്കാളി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് മൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറി വെക്കാനും കൂടുതലും ഈ ചട്ടിയാണ് എടുക്കാറുള്ളത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ചട്ടിയാണ്. അത് ഒഴിവാക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചട്ടി ഒഴിവാക്കാത്ത ഈ ചട്ടി തന്നെ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. രാത്രിയിൽ നമുക്ക് എന്താ പറയുക, ചോറൊക്കെ കുറവാണ് സമയത്ത് ഉപ്പുമാവും ചിക്കൻ കറിയൊക്കെ അടിപൊളി കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറ്. ഇവിടെ ആർക്കും എരിവ് അധികം ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലും ഉപയോഗിക്കാറ്. പിന്നെ കുറച്ച് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്, ചെറിയൊരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അടുത്തത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത്, നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ചിക്കൻ കറിയും അതുപോലെ ഉപ്പുമാവും അതുപോലെ തന്നെ മീൻ കറിയും ഈ ഉപ്പുമാവും ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ പൊതുവെ ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.